Hi friends, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇൻഡോ ചൈനീസ് ഡിഷായ അമേരിക്കൻ ചോപ്സുey ആണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചോപ്സുey ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 200 ഗ്രാം നൂഡിൽസ് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയാം. ഇതിന് മുകളിലോട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് തമ്മി ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് റെഡ് ചില്ലി സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വിനീഗർ, പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ സോസ് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലവർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ആറി വരുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും ഞാൻ 1 ഗ്രീൻ ക്യാപ്സിക്കവും പിന്നെ ഒരു യെല്ലോ ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/2 പോർഷനും എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ക്യാപ്സിക്കം വാടി വരുമ്പോഴത്തേക്കിനും ക്യാരറ്റും പിന്നെ 1 കപ്പ് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമുക്കിതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. സോസ് ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച 1 പിടി നൂഡിൽസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം.
നമുക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസിന് രണ്ട് സൈഡ് നന്നായിട്ട് ക്രിസ്പി ആകുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുമ്പോഴത്തേക്കിനും ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒണിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇൻഡോ ചൈനീസ് ഡിഷൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.